ഹലോ ഫ്രണ്ട്സ്, സ്റ്റുഡിയോ 9091ൻ്റെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വ്ളോഗിൽ വന്നിട്ട് കുറച്ച് ഈസി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള DIY ഡെക്കോർ ഐഡിയാസ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന DIY ഡെക്കോറിന് യൂസ് ചെയ്യുന്നത് പ്ലേസ് മാറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ടേബിളിലൊക്കെ വിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള പ്ലേസ് മാറ്റ്സ് ആണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പ്ലേസ് മാറ്റ് വന്നിട്ട് നമ്മൾ കൊച്ചി ബ്രോഡ്വേയിൽ ഫാബ് ആൻഡ് ഹോം എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പ്രത്യേകിച്ച് ക്രിസ്മസ് ആകുമ്പോൾ ആ ഒരു തീമിനനുസരിച്ച് ഒത്തിരി കളക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ഞാൻ വാങ്ങിച്ചതാണ്. 50-60 റുപ്പീസൊക്കെയാണ് യൂഷ്വലി അതിൻ്റെ റേറ്റ് വരാറ്. പിന്നെ ഇതിൻ്റെ സൈസിനനുസരിച്ച് ഫിറ്റ് ആവുന്ന ഒരു എംബ്രോയിഡറി ഹൂപ്പിൽ അതൊന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഷിഫോൺ റിബൺ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ റിബണിൻ്റെ എഡ്ജ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ നീഡിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ആ കട്ട് ചെയ്ത എഡ്ജ് ഉണ്ടല്ലോ, അത് ആ നീഡിലിൻ്റെ അയിലേക്ക് ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുത്ത് പതിയെ ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ വരുന്നത് പോലെ അതിങ്ങനെ ട്വേൾ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരും. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഫിക്സ് ആവണമല്ലോ, അഴിഞ്ഞു പോരുത്. അപ്പോൾ ലൈറ്റർ യൂസ് ചെയ്ത് ഒന്ന് പതിയെ ബേൺ ചെയ്ത് കൊടുത്താൽ അതവിടെ സംഭവം റെഡി ആയി കിട്ടും. ക്യൂട്ടല്ലേ കാണാനായിട്ട്? ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ല, എനിക്കിങ്ങനെ ഓരോ ഐഡിയാസ് വരുമ്പോൾ ട്യൂട്ടോറിയൽസൊക്കെ കണ്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലും സൈസസിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഷിഫൺ റിബൺ ആയിരിക്കും സാറ്റിൻ റിബണിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പവും കാണാൻ ഭംഗി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടോ. സാറ്റിൻ റിബണിന് കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പം നമ്മൾ ചിലപ്പോൾ അത് വിചാരിച്ച ഷേപ്പിൽ വന്നോളണം എന്നില്ല. പക്ഷേ ഷിഫോൺ അങ്ങനെയല്ല, നാച്ചുറലി അത് ആ പെറ്റലിൻ്റെ ഷേപ്പ് എടുക്കുന്നതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാമോ അത്രത്തോളം ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് വന്നിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മീതെ കൂടി കുറച്ച് അവിടെ ഇവിടെയായിട്ട് റിബൺ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡെപ്തും 3D ഫീലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ കുട്ടി കുട്ടി ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഈ ഡിസൈൻ ഒന്ന് മൊത്തത്തിൽ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റിബൺ വെച്ചുണ്ടാക്കിയ ഫ്ലവേഴ്സും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് DIY ക്രിസ്മസ് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ ക്രിസ്മസ് റീത്താണ് കേട്ടോ. ഇപ്പോഴത്തെയും പോലെ ഷോപ്പിൽ പോയി വാങ്ങിക്കാതെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് റീത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റാറ്റൻ റീത്താണ്. അതിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ നാച്ചുറൽ ഫിനിഷ് തോന്നിക്കുന്ന ഫേണിൻ്റെ ലീവ്സും ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മഷ്റൂംസും ചെറീസും ഗോൾഡൻ ഓർണമെൻറ്റ്സും പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗിൽ പറഞ്ഞിരുന്നതാണ്, ഞാൻ മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് കൊച്ചി ബ്രോഡ്വേ എന്നാണ് കേട്ടോ. അവിടെ ഓറഞ്ച് പിന്നെ ജോസ് ആൻഡ് കമ്പനി ഇങ്ങനെ 2 ഷോപ്സ് ഉണ്ട്. ഇവിടെ പോലെ മോസ്റ്റ് ഓഫ് ദ ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. അതുകൂടാതെ മേത്തർ ബസാറും കുറച്ച് കടകളുണ്ട്, അവിടെയും ഇതുപോലെയുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ അതിനോടൊപ്പം ഒരു ചെറിയ ലാമ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് റീത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. പിന്നെന്താ, ഇതിങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഇതിങ്ങനെ ഭംഗിയായിട്ടിരിക്കുന്ന കാണുമ്പോൾ ഉള്ളിലൊരു സന്തോഷം. നിങ്ങൾ പറയൂ, നിങ്ങൾ DIYs എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണോ, അതോ കടകളിൽ പോയി ഓരോരോ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ആ ഷോപ്പിംഗ് പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നവരാണോ? എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. സോ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന്. അപ്പോൾ അടുത്തതായി ഞാൻ ചെയ്യുന്ന DIY ഡെക്കോർ ഓൾമോസ്റ്റ് ഫസ്റ്റ് വൺ ആയിട്ട് സിമിലർ ആണ്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ താഴെയായിട്ട് വുളൻ ത്രെഡ് വെച്ചിട്ട് ടാസൽസ് കെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ താരം വന്നിട്ട് ഈ ഫെയറി സ്ട്രിങ് ലൈറ്റ്സ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്ലേസ് മാറ്റിൽ ക്രിസ്മസ് ട്രീയുടെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രീക്ക് ചുറ്റും എങ്ങനെയാണോ ലൈറ്റ്സ് ഇടുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ഈ സ്ട്രിങ് ലൈറ്റ്സ് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മണ്ണുള്ളൊരു നീഡിൽ യൂസ് ചെയ്ത് ഈ ലൈറ്റ് കടക്കാൻ പാകത്തിനുള്ളൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ബാക്കിൽ നമുക്കൊരു ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് സെക്യൂറും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ DIY അത്രയും സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഈ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. സംഭവം സിമ്പിളാണെങ്കിലും ഇത് തരുന്നൊരു വാവ് ഫാക്ടർ ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ബ്രൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇതിൻ്റെ ലൈറ്റ്സ് തെളിയിച്ച് മാറി നിന്നൊന്ന് നോക്കുമ്പോൾ കൊള്ളാലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ. സോ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങളൊരു വാം ആൻഡ് കോസി വൈബാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ DIY. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി വന്നിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. അതിലേക്ക് വെക്കാൻ ഞാൻ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ 65 grams ഓഫ് പാരഫിൻ വാക്സ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മെഷർ ചെയ്ത വാക്സ് ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെൽറ്റഡ് വാക്സിൻ്റെ ടെമ്പറേച്ചർ ഒരു 80 degree Celsius ഒക്കെ ആകുമ്പോൾ ഈ ഡബിൾ ബോയിലിംഗ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ക്യാൻഡിലിൽ ആഡ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഓയിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്ലിയർ വാക്സ് ക്യാൻഡിൽ മോൾഡിലേക്ക് ഒഴിച്ച് ആ മോൾഡ് പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ പ്രോസസ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ പ്രോസസ്സ് പറയുന്നത്. ബാക്കിയുള്ള വാക്സിലേക്ക് ക്രയോൺ പീസ് ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതൊരു സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഡബിൾ ഷെയ്ഡായിട്ട് നമ്മുടെ ക്യാൻഡിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അറ്റ്ലീസ്റ്റ് ഹാഫ് ഡേ എങ്കിലും പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്സ് അതൊരു മെയിൻ പരിപാടിയാണല്ലേ. ചെറുപ്പത്തിൽ ഗിഫ്റ്റ്സ് കിട്ടുന്നതാണ് സന്തോഷം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോഴാട്ടോ സന്തോഷം. അപ്പോൾ ഇതാ നേരത്തെ ഉണ്ടാക്കിയ ക്യാൻഡിൽ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ആ ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമ്മുടെ ക്യാൻഡിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അടിയിലൂടെ ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് ക്യാൻഡിൽ വിക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതൊരു ചെറിയ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ മോൾഡ് പിന്നെ കുറച്ച് റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ. നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തരണേ. അത് ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. Studio 9091 wishes you all a very, very happy Christmas and a very happy New Year. Take care. Bye-bye.